അയ്യോ ലോജിക്കലൊന്നും നോക്കേ വേണ്ട. ലോജിക്കൽ എന്ന് പറഞ്ഞ സാധനം നോക്കില്ല, പക്ഷേ എൻജോയബിൾ ആണ് കണ്ടിരിക്കാൻ. 3 മണിക്കൂർ കണ്ട് സഹിച്ചിരുന്നില്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ വാറെന്ന് പറയാം. ഒരു ഐറ്റവും ഇല്ല, ഞെട്ടിക്കുന്ന ഒരു ഐറ്റം സിനിമയിലില്ല. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അവസാനത്തെ ഒരു അരമണിക്കൂറാണ് സ്പൈ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ബോളിവുഡിൽ നിന്ന് മറ്റൊരു സ്പൈ യൂണിറ്റ് ചിത്രം കൂടി അതിന് മോറിച്ച് സംവിധാനം ചെയ്ത് ഹിർത്തിക് റോഷനും ജൂനിയർ അഞ്ചലും പ്രദർശനം നടന്ന വാർ 2 ഇന്ന് റിലീസാണ്. സിനിമയോടൊന്ന് സിനിമ കണ്ട ഫ്രണ്ട്സ് ചോദിച്ചു നോക്കാം. ഓ കൊള്ളായിരുന്നു, കുഴപ്പമില്ല, ഞാൻ എൻജോയ് ചെയ്തു. എന്തായിരുന്നു മുമ്പത്തെ സ്പൈ യൂണിവേഴ്സ് പടങ്ങളുടെ കാട്ടി ഇച്ചിരി കൂടെ ഭേദം. ഈ പടങ്ങളൊന്നും ഇതൊന്നും ഐമാക്സിന് ഇറക്കേണ്ട ഒരു ആവശ്യമില്ല. വിഷ്വൽ എഫക്ട്സ് ഒക്കെ വളരെ മോശം. പക്ഷേ ഹൃതിക് റോഷനും ജൂനിയർ എൻടിആറുടെയും സീക്വൻസസ് കാണാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ കാണാം. ആ ആവശ്യത്തിന് വയ്ക്കുന്നുണ്ട്. ആളൊരു ടെമ്പർ എന്ന് പറഞ്ഞൊരു പടമുണ്ട് തെലുഗുല്, അതിൻ്റെ ഒരു ഫീലാണ് ആളിതിൽ പിടിച്ചേക്കുന്നത്. രണ്ടും വർക്കായിട്ടുണ്ട്. ഹൃതിക് റോഷനും ജൂനിയർ എൻടിആറുടെ കോമ്പിനേഷൻ സീക്വൻസ് ആണ് ഏറ്റവും നല്ലത്. ഡാൻസ് തിയേറ്ററിൽ മസ്റ്റ് വാച്ചായിരുന്നു. ആ തിയേറ്ററിൻ്റെ അകത്ത് നല്ലപോലെ കാണാൻ പറ്റുന്ന ഒരു സീക്വൻസ് ആണ്. വേണമെങ്കിൽ അതിനുവേണ്ടി മാത്രം തിയേറ്ററിൽ വന്നതാണ് അവരുടെ രണ്ടുപേരുടെ ഡാൻസ്. ആ പാട്ടും വർക്കൗട്ടായി. എനിക്ക് സിനിമ എൻജോയബിൾ ആയിട്ട് തോന്നി. സൂപ്പർ പടമൊന്നുമല്ല, കണ്ടിരിക്കാം. വിഷ്വൽ എഫക്ട്സ് ഒക്കെ മോശം, കഥ വളരെ സിമ്പിൾ, പക്ഷെ പടം എൻജോയബിൾ. അയ്യോ ലോജിക്കലൊന്നും നോക്കേ വേണ്ട. ലോജിക്കൽ എന്ന് പറഞ്ഞ സാധനം നോക്കില്ല, പക്ഷെ എൻജോയബിൾ ആണ് കണ്ടിരിക്കാം. രണ്ടുപേരും പക്കായിട്ടുണ്ട്, പക്ഷേ ഒന്നിൻ്റെ അത്ര പോരാ. കിട്ടില്ല. അവസാനത്തെ ഒരു അരമണിക്കൂറാണ് സ്പൈ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. ഒരു കൊള്ളാം, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. വാറ് സത്യം പറഞ്ഞാൽ വാറ് 1 മോശമാണ്. വാറ് 2 ഭയങ്കര മോശമെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. നമുക്ക് 3 മണിക്കൂർ കണ്ട് സഹിച്ചിരുന്നില്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ വാറെന്ന് പറയാം. അല്ലാതെ ഈ പടത്തിനെ പറ്റി പൊക്കി പറയാനോ ഒന്നുമില്ല. ശ്രീറാം ടെംപ്ലേറ്റിനെ എടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും പറയാനില്ല. ഭയങ്കര ഒരു VFX ഒക്കെ ഇതിന് നമ്മൾ ചെയ്ത ഇതിനേക്കാൾ വൃത്തിയായിരിക്കും, ആ ഒരു ലെവലായിരിക്കുന്നത്. കാരണം ഇത്രയും അപ്ഡേറ്റ് ആയ ഒരു സമയത്ത് ഇങ്ങനെ ഒരു മോശം ലെവലൊരു പടം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എന്തിനോ വേണ്ടി എടുത്തൊരു പടം. ഇത് സ്പൈ യൂണിവേഴ്സിറ്റി വെച്ച് നിർത്തി അത്രയും നല്ലത്, അങ്ങനെ തോന്നിപ്പോയി. NTR ഒക്കെ പക്കിയായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ഫീലാകുന്നില്ല. ഹൃതിക് റോഷൻ ഓക്കെയാണ്. കാറിലൊക്കെ ഉള്ള പോലെ ആ ഒരു സെയിം ഇതിനെ വേറെ എടുത്ത് പറയാൻ മാത്രമുള്ള ഒന്നുമില്ല. കുറച്ച് നമ്മളെ NTR ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ ശരിക്കും ഒരു തെലുങ്ക് സിനിമ കാണുമ്പോൾ ഒരു നായകനെ ഭയങ്കരമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കില്ല. അതേപോലെ എൻ്റെ ഒരു അതിപ്രസരമായിപ്പോയി എന്ന് പറയുമ്പോൾ. പിന്നെ ഹൃതിക് റോഷൻ സൂപ്പറായിട്ടുണ്ട്, പുള്ളിയുടെ ഫൈറ്റ് സീൻസും എല്ലാം. പിന്നെ ഈ NTRനെ കാണിക്കുമ്പോഴെല്ലാം ശരിക്കും ഒരു വീഡിയോ ഗെയിം കാണുന്ന പോലെ എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്നുള്ള കാര്യങ്ങളൊക്കെ ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്വൽ എഫക്ട്സ്, അത് ശരിക്കും വിഷ്വൽ എഫക്ട്സ് ആണെന്ന് കാണുമ്പം തന്നെ അറിയാം. എൻ്റെ ഒരു അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മാതിരി ഒരു നമ്മളെ ബാലകൃഷ്ണയുടെ ഒക്കെ സിനിമകളൊക്കെ കാണില്ലേ, അതേപോലെ ഓവറായിട്ട് കാണിച്ചു കൂട്ടിയിട്ടുണ്ട് സിനിമ. ആക്ഷൻ കാണാൻ വേണ്ടി വരുമെന്നൊക്കെ അവർ പറഞ്ഞു. ആക്ഷൻ ഹൃതിക് റോഷൻ മാത്രമായിട്ടുള്ള കുറേ ആക്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ NTRും കൂടെ കയറി വരുമ്പം പിന്നെ അതങ്ങ് ശരിക്കും ഒരു തെലുങ്ക് സിനിമയുടെ ആ ലെവലിലോട്ട് അങ്ങ് പോകും. ബാലകൃഷ്ണയുടെ ഒക്കെ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലുള്ള ഒരു കുറച്ചധികം ഓവറാണ്. NTR കട്ടക്ക് നിൽക്കുന്നുണ്ടോ കേട്ടോ? NTRും രണ്ടുപേരും തമ്മിൽ നിൽക്കുമ്പോൾ എന്തായാലും ഞാൻ ഹൃതിക് റോഷനെ പറയുള്ളൂ. പുള്ളിയുടെ ആ ഒരു ഇതൊക്കെ അത് വേറൊരു ലെവലാണ്. പിന്നെ തെലുഗു പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം NTRന് കുറച്ച് ഹൈപ്പ് കൊടുത്ത ഒരു കുറച്ചല്ല ഒരുപാട് ഓവറായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഒരു ഐറ്റംസ് വല്ലതും ഉണ്ടോ? എന്തോ ഞെട്ടിക്കുന്ന ഐറ്റംസ് വല്ലതും ഉണ്ടോ? ഒരു ഐറ്റവും ഇല്ല, ഞെട്ടിക്കുന്ന ഒരു ഐറ്റം സിനിമയിലില്ല. കുഴപ്പമില്ല, ഫസ്റ്റിൻ്റെ അത്രയും ഒരു ഇമ്പാക്റ്റ് ഇല്ല, ബട്ട് കുഴപ്പമില്ല. പിന്നെ പെർഫോമൻസ് കട്ടക്ക് നിൽക്കുന്നുണ്ടോ? NTR കുഴപ്പമില്ലാതെ പിടിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ ദ ബെസ്റ്റ് എന്ന് പറയുന്നത് ഹൃതിക് റോഷൻ തന്നെയാണ്. ഹൃതിക് തന്നെയാണ് ഏറ്റവും സൂപ്പറായിരിക്കുന്നത്. പിന്നെ ജൂനിയർ NTR പറ്റും പോലെ പിടിച്ചിരിക്കുന്നുണ്ട് പുള്ളിയുടെ മുമ്പിൽ. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടില്ലേ മുന്നത്തെ, അതിൻ്റെ അത്ര ഒരു ഇമ്പാക്റ്റ് ഇല്ല. പിന്നെ ഈ പടം കാണുന്നവർ എന്തായാലും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം കുറച്ച് റെഫറൻസ് ഒക്കെ ഫസ്റ്റിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് കണ്ടിട്ട് കാണാതെ കണ്ടാലും സ്റ്റോറിയൊക്കെ മനസ്സിലാവും, എന്നാലും ആ ഒരു പാർട്ട് കണ്ടിട്ട് കാണുന്നതാവും നല്ലത്. പാർട്ട് വളരെ നല്ല പടമായിരുന്നു. സ്പൈ യൂണിവേഴ്സിലെ ഒരു സ്പെഷ്യൽ മൂവി ആയിരുന്നു. ബാക്കി വന്ന പടങ്ങളെക്കാൾ കുറച്ചും കൂടെ നല്ലൊരു മൂവിയായിരുന്നു വാർ 2. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ NTR ആൻഡ് ഹൃതിക് കോംബോ അത് നമ്മൾ ഒരു എക്സ്പെക്ടേഷനേക്കാൾ മുകളിലായിരുന്നു. നോർമലി നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ ചില ആൾക്കാർ പറഞ്ഞു മോശം സീൻസൊക്കെയാണ്, പക്ഷേ VFX എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അവർ ചെയ്തിട്ടുള്ളത്. വേറെ കുഴപ്പമൊന്നുമില്ല. ഡാൻസ് ആയാലും സോങ് ആയാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് വാർ 2-ൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള നല്ല പ്ലേസ്മെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്.